ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെയും വാഴട്ടെ. സമ്പൽ സമൃദ്ധിയിലെ ശമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം നിന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരെയും ക്രിസ്തുവേശുവിൽ പ്രശസ്തരും ആകട്ടെ. ആമയും പറഞ്ഞ് എല്ലാം ഏറ്റെടുത്തോട്ടോ. ആമയും പറഞ്ഞ ശാലത്തെ ശാലത്തിൻ്റെ കൂടെ വീഡിയോ വെളിപ്പാട് 3:8 വായിക്കണേ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇപ്പം അത് ഓർത്തോട്ടോ. ദൈവം നമ്മുടെ ഹൃദയവും പ്രവൃത്തിയും ചിന്തകളും എല്ലാം ദൈവം അറിഞ്ഞാൽ നമുക്ക് മറുപടിയാണ്. അപ്പം നമ്മൾ നല്ലതാണെങ്കിൽ നമുക്ക് ഗുണവും കിട്ടും കേട്ടോ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. പലരും ഓർക്കും നമുക്കൊരു വാതിൽ, ചിലരെ ഓർക്കും നമുക്കത് പുറത്ത് പറയരുത്, അത് അടഞ്ഞു പോകുന്നു. ഒരു മനുഷ്യനും ദൈവം തുറന്നതിനെ വാതിൽ അടയ്ക്കാൻ പറ്റില്ല. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. ആ വചനം പാലിച്ചു. ശക്തി, ആരോഗ്യവും മിടുക്കും സാമർഥ്യവും ഒന്നുമില്ലാത്തവനാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം നിഷേധിച്ചുമില്ല. ഇത് വായിച്ചു. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആമേൻ. അപ്പോൾ വിശ്വാസം, നമുക്ക് വിശ്വാസം വന്നത് കേൾക്കുമ്പോഴാണ്. കേൾക്കണത് യേശുവിൻ്റെ വചനം കേട്ട് വിശ്വസിക്കുമ്പോൾ അത് നമ്മളിൽ ഫലം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഇട്ട് നിൽക്കാൻ കാണുമ്പോൾ പറയാം. ഷാലറ്റ് ഈ പിള്ളേർ പറയുന്നത് എൻ്റെ ചുരിദാർ മോശമായി, ഇപ്പോൾ ഷാലറ്റ് റോസാപ്പ് പോലെ നിൽക്കുന്നത്. എനിക്ക് രക്താത്ത കാരണം വലിയ ചിരിയൊന്നും വന്നില്ല കേട്ടോ. ഇന്ന് ഷാലറ്റ് ഇങ്ങനെ ആയിട്ടാണെന്ന് വലിയ അഹങ്കാരം വരില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പണ്ടും ഇങ്ങനെ എല്ലാവരും പറയും അങ്ങനെ തിരിച്ചോണ്ടിരിക്കും. അതൊന്നും യേശുവില്ല. ഷാലറ്റിന് ഞാനൊക്കെ ഇങ്ങനെ പറയും ജയപ്രധാനെ പോലെ ഇരിക്കണേന്നൊക്കെ പറഞ്ഞു പറയും. പിന്നെ ഇവിടെ 1-2 പേരുണ്ട്. പേര് ചേച്ചിയുടെ പ്രീമ. നിങ്ങൾക്കൊന്നും യേശുവില്ല. എന്നോട് വല്ലവരും പറഞ്ഞെങ്കിൽ ബോധമില്ലാണ്ട് അത് സത്യമാണെന്ന് ഓർത്തോണ്ടിരിക്കും. അല്ല, സത്യം തന്നെയാ. പക്ഷെ അതിൽ അഹങ്കരിച്ചോണ്ടിരിക്കും. ദൈവമേ, അങ്ങനെ അഹങ്കരിച്ച ജീവിതമൊക്കെ കഷ്ടത്തിലായി. അപ്പോൾ നിങ്ങൾ ഷാലറ്റി ഇട്ടേക്കണേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ വീഡിയോ ഇപ്പം കാണാം കേട്ടോ. നമുക്ക് ഷാലറ്റി നിന്ന് ഇട്ടേക്കണത് ഒരു പ്രീമിയം കുർത്തയാട്ടോ. മൽച്ചന്തേരി, നമ്മൾ റണ്ണിങ് ആണ് മൽച്ചന്തേരി കൊണ്ടുവന്നിട്ടുള്ളൂ. 699 ആയിരുന്നു നമുക്ക് മൽച്ചന്തേരിയിൽ ഇങ്ങനത്തെ ഈ മെറ്റീരിയലിൽ. ഇത് ഇങ്ങനെ ഷാലറ്റി ഭയങ്കര നല്ല സോഫ്റ്റ് തുണിയാ. ഭയങ്കര സുഖം. ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേറ്റ് പ്രൊഡക്റ്റ്. നല്ല സുഖമുള്ള തുണിയാ. ഒട്ടും ആവി എടുക്കില്ല. ആവി എടുക്കില്ല. ഷാലറ്റി മഴക്കാലത്തും ആവി എടുക്കണ ആളാട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ അടി അപ്പടിയും ഇങ്ങനെ ഇലയിനാണ് ഫുൾ എംബ്രോയ്ഡറി. അത് നല്ല സ്റ്റാൻഡേർഡ് എംബ്രോയ്ഡറി. ഇവിടെ ആ പാറ്റേണും ഭയങ്കര രസമാണ്. കൈക്ക് ഇത്രയും വീതിയിലുണ്ട്. കൈക്ക് ലൈനിങ് ഇല്ല. ഷോള് 1 സൈഡ് ഷോളാ. ഷോള് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട്. ഭയങ്കര ഒരു നല്ലൊരു സെറ്റാണ്. ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി റീസ്റ്റോക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. എനിക്ക് മൽ കോട്ടൺ എന്നും പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വന്നില്ലേ, അതാണെന്ന് ഓർത്തോണ്ടാണ് ഞാൻ എടുത്തത്. അവർ പടം അയച്ചപ്പോൾ വില ചോദിച്ചില്ല. ഇതിൻ്റെ എല്ലാം എടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മൽച്ചന്തേരിക്ക് ഭയങ്കര വിലയാലോ. ഞാൻ ഈ ഇടുന്ന വില ഇതിൻ്റെ ഒറിജിനൽ വിലയല്ല കേട്ടോ. അവർ പറഞ്ഞു സാരമില്ല, നിങ്ങൾക്ക് തെറ്റിയതല്ലേ, തിരിച്ചയച്ചേക്കാൻ പറഞ്ഞു. അപ്പം ഞാനൊരു ഷാൾട്ടിനെ ഇട്ട് കാണിച്ച് ഒന്നങ്ങ് തിരിച്ചയക്കാൻ ഭയങ്കര കഷ്ടപ്പാടാലോ എന്ന് ഓർത്തോണ്ട്. നിങ്ങൾ എവിടെ പോയി ഒരു കടയിൽ പോയാലും ഈ വിലയ്ക്ക് കിട്ടില്ല. 1999. ഇത് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് എന്നാക്കം പറഞ്ഞാൽ ഈ സെറ്റ് കിട്ടൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഏത് സെറ്റ് വേണേലും ഫ്രീ തരാം. അതുപോലെ വില കുറച്ച് ഇട്ടേക്കണം തിരിച്ചയക്കാണ്ടിരിക്കാൻ വേണ്ടി. അവർ മീഡിയം തൊട്ട് XXL വരെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റേ കളേഴ്സൊക്കെ ഇപ്പോൾ ഇട്ട് കാണാം കേട്ടോ. ഇതിൻ്റെ ബ്ലൂ ഗ്രീനോട് കൂടിയൊരു നല്ല പേസ്റ്റ് കളറ്. അതിൻ്റെ ഇങ്ങനെ ബോട്ടമൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് ടോപ്പിൻ്റെ അടിയിൽ എംബ്രോയ്ഡറിയും. ഞാൻ ഷാൽറ്റിൻ്റെ ഡ്രസ്സ് പൊക്കരുതെന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞു. അത് കാരണം ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഷോള് ഞാൻ മറന്നുപോയി. എൻ്റെ സ്വഭാവം. ഷോളും ഇങ്ങനെ ബോട്ടം സോഫ്റ്റ് സാൻഡോൺ പോലത്തെ ഒരു ബോട്ടം. ബാക്കിൽ എലാസ്റ്റിക്, ഫ്രണ്ട് പടിയായിട്ടുള്ള പാരൽ ബോട്ടം ആട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അടുത്ത കളർ കൂടെ നമുക്ക് പെട്ടെന്ന് കാണാവേ. ഇതിൻ്റെ ലൈറ്റ് ലൈലാക്ക് എന്ത് ഭംഗിയല്ലേ. ഇതൊക്കെ ഫങ്ഷൻ വെയറിന് ഇങ്ങനെ. ഇത് ഷോള് ഹാഫ് ഷോള് മതി കേട്ടോ ഇതിന്. എന്നാലേ ഇതിൻ്റെ ആ വർക്കും ഭംഗിയും ഒക്കെ അറിയാൻ പറ്റുള്ളൂ. ഇത് ടോപ്പ്, അതിൻ്റെ അടിയിലത്തെ വർക്ക്. പിന്നെ ഇത് ഷാൾട്ട് ഇട്ടേക്കണ മീഡിയം സൈസാട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പെട്ടെന്ന് എടുത്തോ. പെട്ടെന്ന് എടുത്തോ ലാർജ് എടുക്കാറല്ലേ. അപ്പം മീഡിയം പറയാം. കാരണം ഈ ഫ്ലീസ് ഒക്കെ ഉള്ള കാരണേ
അപ്പോൾ 3XLകാർക്ക് ഡബിൾ എക്സൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പം ഇങ്ങനെ നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. അപ്പോൾ അടുത്തത് നമുക്ക് കാണാം. ഈ സെറ്റ് കണ്ടോ, ഇത് നമുക്ക് തോന്നും ബീഡ്സ് വർക്കാണ്, പക്ഷെ ത്രെഡ് വർക്ക് കേട്ടോ. മുത്തായിട്ട് തോന്നും. അതായത് നല്ല ഫുൾ എംബ്രോയ്ഡറി. അത് പാനലാട്ടോ, അത് കാരണം പെട്ടെന്ന് തീരും. നല്ല ബ്രിക്ക് കളർ, ഇപ്പോഴത്തെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് കളറാട്ടോ. ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഓറഞ്ച് കൂടിയ പീച്ചത് കൈയുടെ അറ്റത്തും ഉണ്ട്, ഫ്രണ്ടും ഉണ്ട്. സൈഡ് ഓപ്പണാ, ലൈനിങ് ഒന്നുമില്ല കേട്ടോ. ബോട്ടം ഇങ്ങനെ ചുറ്റും എലാസ്റ്റിക്കുള്ള ബോട്ടം, പലാസോ ബോട്ടാട്ടോ. അപ്പോൾ 1499 ഉള്ളൂ കേട്ടോ. ഇത്രയും എംബ്രോയ്ഡറി ഉള്ള ഈ സംഭവത്തിന്. ഫ്ലസ് കോട്ടൺ ആട്ടോ. ഫ്ലസ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഈ ഫ്ലസ് കോട്ടൺ എന്ന് പറഞ്ഞാൽ പോക്കറ്റൊക്കെ ഉണ്ട്. പുറത്തേക്കില്ല ഇതിന്. മീഡിയം തൊട്ട് 3XL വരെയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം. ഷാൽക്ക് ഇത് ലാർജ് സൈസ് ആയിട്ട് ഇട്ടേക്കണേ. ഇതതിൻ്റെ വേറെ ഷെയ്ഡ് കേട്ടോ. പാനലായിട്ട് സൂപ്പറായിട്ട് കയ്യിലും വർക്ക്. ഞാൻ പറഞ്ഞ പോലെ ചുറ്റും എലാസ്റ്റിക്കുള്ള ബോട്ടോ പലാസോ പാൻറ്റ് പോലെയാണ്. അടിപൊളി കളേഴ്സാണ്. പെട്ടെന്ന് എടുത്തു. 1499. മീഡിയം മുതൽ 3XL വരെ ഉണ്ടോ? ഇത് 3XL വരെയുണ്ട് കേട്ടോ. അപ്പം വെബ്സൈറ്റിൽ നിന്ന് ചാടി എടുക്കുന്നവർ അങ്ങനെ എടുക്കാൻ ശരിയെന്ന്. ഇത് ഇത് നോക്കിയേ, ഇത് മൊഡാലിൻ്റെ ആട്ടോ. മൊഡാലിന് അവർ എഴുതിയേക്കണേ. സെമി മൊഡാലാണോന്ന് അറിയാമല്ലോ ശരിക്കും, പക്ഷേ കണ്ടാൽ ശരിക്കും കോട്ടൺ മൊഡാല്. ആ ചുരിദാർ പോലത്തെ ഇടുപ്പ് അറിയാം അല്ലേ. സ്റ്റഫ് ആ കോട്ടൺ 2000 ഒരു സെറ്റ് വന്നില്ലേ, ആ മൊഡാലിൻ്റെ. എനിക്കൊരു ചുരിദാറൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച ആ മൊഡാലിൻ്റെ. ഇതിങ്ങനെ നല്ലതാട്ടോ. ഇവിടെ ഒരു ഫ്ലീസ് ഒക്കെ വന്ന് നല്ല ഫ്രോക്ക് പോലെയാണ് ഇട്ടേക്കണത്. ഫ്രോക്ക് പോലെ പാൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എത്ര റേറ്റ്? 990 ആണ്. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുണ്ട്. ഈ കുർത്ത നോക്കിക്കേ, സൂപ്പറാട്ടോ. ഹൈനെക്ക് വന്നിട്ട് വീനെക്ക്, അതിലപ്പടി കോളർ വന്നിട്ട് വീനെക്ക് വന്നിട്ട് എംബ്രോയ്ഡറി. മൽക്കോട്ടൺ ആട്ടോ. കയ്യേലുണ്ട് ഇങ്ങനെ 1 സൈഡ് 2 സൈഡ് വേണമെങ്കിൽ ഇങ്ങനെ ഷോൾ ഇടാം. പക്ഷെ ഇടുന്നത് 1 സൈഡ് ഇടുമ്പോൾ നല്ല മൽക്കോട്ടൻ്റെ ആണ്. സ്ലിറ്റ് ഉണ്ട്, സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. പലാസോ ബോട്ടാണ്. സൂപ്പർ സംഭവമായിട്ട്. ഇത് ഏത് സൈസ് ഇട്ടേക്കണം? മീഡിയം. ഷാർട്ടിന് ഇതൊക്കെ മീഡിയം മതി. അല്ലാത്ത സാധാ ഇതൊക്കെ ലാർജ് വേണ്ടേ. ഇതിവിടെ ഒരു ചെറിയൊരു ഫ്ലീസോ ഒരു ഫ്ലീറ്റ് ഉണ്ട് അല്ലേ. ഒരു 1699 ആട്ടോ. നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. നമുക്ക് അടുത്ത കളർ നോക്കാം കേട്ടോ. ഭയങ്കര രസമല്ലേ ലൈലാക്കി. തുണി ഇടാനും ഭയങ്കര സോഫ്റ്റും. ലാർജ് ഇട്ടായിരുന്നു അല്ലേ. ഞാൻ മീഡിയം ആണെന്ന് ഓർത്തെ. സൈഡ് ഓപ്പൺ അല്ല, ലാർജ് വേണം അല്ലേ. ലാർജ് വേണം. സൈഡ് ഓപ്പൺ ലാർജ് വേണം. അപ്പം മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയുണ്ട്. നല്ല രസം. പാറൽ ബോട്ടോ പലാസോ ബോട്ടോ അല്ലേ. പലാസോ ബോട്ടോ ആട്ടോ. സൂപ്പർ സംഭവം. എത്രയായിരുന്നു റേറ്റ്? 1699 ആട്ടോ. പെട്ടെന്ന് എടുക്കും. ഇതിൻ്റെ മറ്റേ നല്ല അടിപൊളി കളറാണ്. ഇതും നല്ല ചോക്ലേറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡ് കേട്ടോ. എല്ലാം 3 ഷെയ്ഡ് അതിമനോഹരാട്ടോ. ഇടാനും ഭയങ്കര സുഖമല്ലേ. നല്ല സുഖമാണ്, ഒട്ടും കട്ടിയില്ല. അപ്പോൾ ഇപ്പം എല്ലാവരും ഈ സൈസൊക്കെ ഫങ്ഷൻ വെയറിനൊക്കെ പോണേ. കഴുത്തിൽ ഈ വർക്കും ഉണ്ട്. സൂപ്പർ സംഭവം. 1699 ആണ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയുണ്ട്. ഇത് റയോണിൻ്റെ ആട്ടോ. റയോൺ എന്ന് പറഞ്ഞാൽ കൂടിയ റയോണിൻ്റെ ആട്ടോ. അതിൽ യോക്കിലിങ്ങനെ വർക്കും വെച്ച് ലൈറ്റായിട്ടൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇടാൻ ഭയങ്കര സുഖമല്ലേ. ഇവിടെ എപ്പോൾ കൊണ്ടുവന്നാലും നമ്മൾ ഇതിനു മുമ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എപ്പോൾ കൊണ്ടുവന്നാലും ചിലവാകണയാ. അതിന് ബോട്ടം പെയർ ചെയ്തേക്കണ ഇതാട്ടോ. ഈ ലേസ് വർക്കുള്ള ബോട്ടം. ഇതിന് എത്രയായിരുന്നു? 499 ആണ്. മീഡിയം തൊട്ട് 3XL വരെയുള്ള ബോട്ടാട്ടോ ഇട്ടേക്കണത്. അപ്പോൾ സുരക്ഷിതമായിട്ട് എനിക്ക് വേറെ ബോട്ടം തന്നു. ഞാൻ ഡ്രസ്സ് എടുത്ത് ബുക്ക് ചെയ്യാനോ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടോ. അപ്പോൾ എടുത്തു. ഇനി അതിൻ്റെ വേറെ ഒരു ഷെയ്ഡ് കൂടെ ഉണ്ട്. ഷെയ്ഡ് അതിൻ്റെ മുന്തിരി കളറും ഉണ്ട്. ഇത് ലാർജ് തൊട്ട് 3XL വരെ. ടോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. 699. പെട്ടെന്ന് എന്തോ കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഇക്കത്തിൻ്റെ നല്ല ഒരു കുർത്ത. വീനൊക്കെ ഉണ്ടെന്ന് കൊണ്ടു കേട്ടോ. കോളറില്ല കേട്ടോ. കോളർ നമുക്ക് റെഫ്യൂസിനൊക്കെ നല്ലതാണ്. അതിനിട്ടേക്കണ ബോട്ടം ഇതാട്ടോ. ബോട്ടത്തിൻ്റെ 499. മീഡിയം തൊട്ട് 3XL വരെയുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ വില ടോപ്പിന് 490. അപ്പോൾ ബോട്ടത്തിന് 490. ലൈനിങ് ഒക്കെ ഉണ്ട്. ലാർജ് തൊട്ട് 3XL വരെ റഫ് യൂസും ചെയ്യാം. നല്ല ബ്രാസോ ഷോളാട്ടോ. മിറർ വർക്കൊക്കെ ഉണ്ട്. നല്ല ബ്രാസോയുടെ ഷോളാണ്. അറ്റത്തൊരു ലേസ് വർക്കും ഉണ്ട്. റേറ്റ് എത്ര?
599 നല്ലതാട്ടോ. നമുക്കിടാനും നല്ല സുഖം. അതിൻ്റെ ബ്ലൂ ജോർജറ്റിൻ്റെ ഒരു സെറ്റ് എടുത്താൽ നമുക്കിങ്ങനെ ഈ ഷോൾ ഉപയോഗിക്കാം. ഇതിൻ്റെ ആഷോ നേവി ബ്ലൂവോ ഒക്കെ എടുത്താൽ മതി. ബോട്ടിൽ ഗ്രീനൊക്കെ ജോർജറ്റിൻ്റെ തുണിക്കൊക്കെ റഫ്യൂസിനൊക്കെ വലിയ വിലയില്ലാണ്ട് അങ്ങനെയൊക്കെ പണ്ട് സ്വപ്ന എന്ന് പറഞ്ഞ ഈ ഹിന്ദി സിനിമ ഞാൻ എൻ്റെ മധുര 16-17 സിനിമയിലുണ്ടാവണം. അങ്ങനെ നെറ്റിൻ്റെ ഷോളും പ്ലെയിൻ ചുരിദാർ എന്നിട്ട് ഇങ്ങനെ ഷോളൊക്കെ പിടിച്ചിങ്ങനെ അങ്ങനെ. അപ്പോൾ അത് ബ്ലാക്ക് ലാസ്റ്റ് കാണിച്ചത്. ഇത് മൽക്കോട്ടൺ നല്ല കോട്ടൻ്റെ ഷോൾ കേട്ടോ. 450. നല്ല അടിപൊളി കോട്ടൺ ആട്ടോ. സൂപ്പർ കോട്ടൺ ആട്ടോ. അങ്ങനെ മൽക്കോട്ടൺ കണ്ടോ. പിന്നെ ഇനി നമുക്ക് ഇത് ക്രേപ്പിൽ ചുറ്റും ലേസ് വർക്കൊക്കെ ഉണ്ട്. കട്ട് വർക്കുമാണ്. 499 ക്രേപ്പിലാട്ടോ. ഇതിൻ്റെ കളർ ചാർട്ട് ഇങ്ങനെ പ്ലെയിൻ കളേഴ്സൊക്കെ വേണ്ടവർക്കൊക്കെ നല്ല ഗോൾഡൻ കളറ് എന്തെങ്കിലും ഷോളിച്ചിരി വർക്കൊക്കെ വേണമെന്നുള്ളവർക്കൊക്കെ നല്ല മജന്ത പീച്ച് റെഡ് കൂടിയ പീച്ച് ചെറുപയർ വച്ച ഇതിൻ്റെ ഗോൾഡൻ കളേഴ്സ് ഉണ്ട്. ഒത്തിരി കളറുണ്ട്. പിങ്ക്, യെല്ലോ, ലൈലാക്ക് എല്ലാ കളറും പഠിച്ചു. ഓറഞ്ച് കൂടിയ ബീച്ച്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിലെടുക്കുന്നവർ വെബ്സൈറ്റിലെടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ പിള്ളേർ കോണ്ടാക്ട് ചെയ്യുക. 4 നമ്പറുണ്ട്. അപ്പോൾ പിന്നെ എന്നാ ഇന്ന് വിശേഷം പറയണേ. ഇന്നലെ പൗലോക്കുങ്ങിനെ കാണാൻ പോയായിരുന്നു വൈകുന്നേരം. അപ്പോൾ കുഞ്ഞു എനിക്ക് മുകളാരി ചിക്കനും മറന്നു കേട്ടോ പേര്. മുകളാരി എന്നാണോ? മുകളാരി ചിക്കനും ബട്ടൂരി ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാട്ടോ. എനിക്ക് വിശ്വാസമില്ലായിരുന്നു. കുഞ്ഞു ഓരോന്ന് ഉണ്ണിക്കുട്ടനുണ്ടാക്കി കൊടുത്തിട്ട് ഫോട്ടോ ഇടുമ്പേ ഞാൻ ചുമ്മാ ഇങ്ങനെ എന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മയുടെ മോന് ഞാൻ എന്നാക്കി കൊടുക്കണമെന്ന് അറിയാവോ? എന്നിട്ട് വണ്ണം വയ്ക്കാത്ത എൻ്റെ കുഴപ്പമൊന്നും അല്ല. എന്നിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ ഗ്രേവി സൂപ്പറായിരുന്നു. അതുപോലെ നല്ല ഗ്രീനിഷ് കളറൊക്കെ അല്ലേ, ഒരു വെറൈറ്റി. പട്ടൂരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അങ്ങനെ കുഞ്ഞു ഇങ്ങനെ മകളെ കിട്ടി, മക്കളുടെ നന്മ അനുഭവിക്കുവാൻ യേശുമ്പുരാൻ അനുഗ്രഹിച്ചു. അങ്ങനെയല്ലേ പറഞ്ഞേ, മകനെയും മക്കളെയും മക്കളുടെ നന്മ കാണണം, നന്മ അനുഭവിക്കണം. അങ്ങനെ എൻ്റെ പെങ്കൊച്ചുണ്ടാക്കിയ ഫുഡ് അപ്പോൾ പറയാം, ഇതിനു മുമ്പ് അമ്മയ്ക്ക് ഞാൻ പുഡിങ് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാമെന്ന്. അപ്പം എനിക്ക് കൂടെ വല്ലതും ഉണ്ടാക്കി തരും. അപ്പോൾ പറയാം, നേരത്തെ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാതെ എനിക്ക് പറ്റൂല, കൂടെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാലോ. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.